മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യങ്ങളിലൂടെ വെളിവാക്കപ്പെട്ട ദൈവത്തിൻ്റെ കരുണാതരമായ സ്നേഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള ആഹ്വാനമാണല്ലോ ദൈവകരുണയുടെ തിരുനാൾ നമുക്ക് നൽകുന്നത്. ദൈവകരുണയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നേഴ്സസ് ടൈമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. സങ്കീർത്തനങ്ങൾ 73:26. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒരു അപകടം സംഭവിച്ചപ്പോൾ താൻ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകരുണയ്ക്കായി നിരന്തരം പ്രാർത്ഥിച്ച് തൻ്റെ സഹനങ്ങളെ ദൈവഹിതത്തിനായി പൂർണ്ണമായി വിട്ടുകൊടുത്ത കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള വിറ്റി എഡ്വിനെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിറ്റി എഡ്വിൻ. ഞാൻ നാട്ടിൽ തൃശ്ശൂർ പെരിങ്ങോട്ടുകര പഴുവിൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കുവൈറ്റിൽ സ്കൂൾ ഹെൽത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഏപ്രിലാണ് ഞാൻ കുവൈറ്റിലേക്ക് എത്തുന്നത്. എൻ്റെ ശൈശവകാലം ഒരു വിശ്വാസം നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു. പക്ഷേ കുവൈറ്റിൽ വന്നതിന് ശേഷം ആ വിശ്വാസ ജീവിതം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ഈ അനുഭവത്തിലൂടെയാണ്. 2022 മാർച്ച് 8 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഞാനൊരു സ്കൂൾ ഹെൽത്ത് നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ 400 സ്റ്റുഡൻസ് ഉണ്ട്, പഠിക്കുന്നുണ്ട്. അവരുടെ വിശദീകരണത്തിനും അവർക്ക് ആപത്തുകളൊന്നും വരുത്താതിരിക്കാനും വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ജെറിക്കോ പ്രയറും വിശ്വാസ പ്രമാണവും ചൊല്ലി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ചുറ്റും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. മാർച്ച് 8 2022 ഞാൻ പതിവില്ലാതെ ആ ദിവസം നന്നായി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ബൈബിൾ എത്തിച്ചു. അന്നത്തെ ദിവസം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും അനുഭവവും ആനന്ദവും എനിക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനൊരു 1:30 ആയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് എൻ്റെ മകൻ്റെ ഇവിടെ താമസിക്കുന്നതിനുള്ള റെസിഡൻ്റ് കാർഡ് എടുക്കാൻ വേണ്ടി ഞാനൊരു പ്രൈവറ്റ് ബസ്സിന് കൈനീട്ടി. ഞാൻ ആ ബസ്സുകാരനോട് ചോദിച്ചു, ഈ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. 2 മിനിറ്റിനകം ഡ്രൈവർ വണ്ടി എടുത്തു. പെട്ടെന്ന് തന്നെ എൻ്റെ കാലുമ്മ തട്ടി എൻ്റെ ഇടത്തെ കാല് നീട്ടിയിരുന്നു. 2 സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാല് ബസ്സിൻ്റെ ആദ്യത്തെ ടയറിന് മുകളിൽ കയറി ഇറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് തന്നെ എനിക്കറിയില്ല എന്തെന്നില്ലാത്തൊരു ശക്തി എൻ്റെ പിന്നിൽ നിന്ന് തട്ടി, നീ ബസ്സുമ്മ തട്ട് എന്നുള്ളൊരു അനുഭവം എനിക്ക് തോന്നി. കാരണം ആർക്കും ഒരു മാനസികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും തോന്നും ഈ കുട്ടിക്ക് എങ്ങനെ അത് തട്ടാൻ പറ്റുന്നു. പക്ഷേ എനിക്കറിയില്ല എന്തെന്നില്ലാത്തൊരു ശക്തി എൻ്റെ പിന്നിൽ നിന്ന് തട്ടാൻ പറഞ്ഞു. ഞാൻ ബസ്സുമ്മ തട്ടി. ആ ഡ്രൈവർ വണ്ടി നിർത്തി. ബസ് ഡ്രൈവർ വണ്ടി നിർത്തിയില്ലെങ്കിൽ എൻ്റെ ഇടത്തെ കാല് ബസ്സിൻ്റെ ബാക്കിലെ ടയർ കൊണ്ട് കയറി ഇറങ്ങുമായിരുന്നു. ബസ് ഡ്രൈവർ വണ്ടി നിർത്തി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടത്തെ കാലിൻ്റെ പെരുവിരൽ വീണ് കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് തന്നെ ആ കാല് ഞാൻ എൻ്റെ ശരീരത്തിനോട് ഭാഗത്തിനോട് ചേർത്തു. ഞാൻ പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം അപ്പോൾ തന്നെ പോലീസുകാർ വന്നു. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാല്, ഞാൻ അന്ന് ദൈവത്തിന് പഴിചാരിയിരുന്നു. കാരണം ഞാൻ എന്തെന്നില്ലാതെ പ്രാർത്ഥിച്ചൊരു ദിവസമായിരുന്നു അന്ന്. നീ എന്നിട്ട് എനിക്ക് ഇതാണോ തന്നത് എന്നുള്ള മനസ്സിലൊരു ഇത് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും എൻ്റെ ദൈവം എന്നെ കരുതുമെന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അപ്പുറത്ത് ഞാൻ സംഭവത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിലെ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച്
എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, സിസ്റ്റർ പേടിക്കേണ്ട, എല്ലാം ശരിയാവും, ഞാൻ സിസ്റ്ററിനെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടീനെ അയച്ചത് ദൈവം തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം ആരും എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നില്ല, എല്ലാവരും കടന്നു പോവുകയായിരുന്നു. പക്ഷെ ആ കുട്ടിയാണ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈ മുറുകെ പിടിച്ചത്. അതിനുശേഷം ആംബുലൻസ് വന്നു, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് എന്തെന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം പിന്നെ എൻ്റെ ഇടതേ കാലിൻ്റെ ആങ്കിളിൻ്റെ അവിടെ പൊട്ടലുണ്ടായിരുന്നു. ഇടതേ കാലിൻ്റെ പെരുവിലിൻ്റെ അവിടേക്കുള്ള ഞരമ്പ് പൊട്ടിയിരുന്നു, അത് ചലിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല പിന്നീടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് എന്നെ കടന്നു നീക്കിയതെന്നും. വേദനകളുടെയും സഹനത്തിൻ്റെയും ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ആണോ എനിക്ക് എന്നറിയത്തില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്ക് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് എൻ്റെ സർജറിക്ക് പോസ്റ്റ് ചെയ്തത്. സർജറി കഴിഞ്ഞു. എൻ്റെ എല്ലിൻ്റെ സർജറിയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം പിന്നീട് സ്കിന്നിൻ്റെ ഡോക്ടർ, തൊലിയുടെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ നിൻ്റെ ഇടതേ കാലിൻ്റെ പെരുവിരൽ ചലിക്കുന്നില്ല, ഓൾറെഡി എല്ല് പുറത്തേക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് പെരുവിരലിനെ മുറിച്ച് കളയേണ്ടി വരും. അതിനുശേഷം നിനക്ക് നടക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, നിനക്ക് നടക്കാൻ പറ്റില്ല, പെരുവിരൽ മുറിച്ച് കളഞ്ഞ് ചിലപ്പോൾ അത് ഇൻഫെക്ഷനായി നിൻ്റെ കാലിന് മൊത്തം അത് സ്പ്രെഡ് ചെയ്യും, അതുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നടക്കും. കാരണം ദൈവത്തിന് വേണ്ടി എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു ബോധ്യം വന്നത്, ജീവിക്കുന്ന ദൈവത്തിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഞാൻ പള്ളിയിൽ പോയി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലൊരു ബോധ്യം വന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിനെയാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് ആ ജീവിക്കുന്ന ദൈവത്തിന് നിന്നെ സഹായിക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനോ കൊന്തോ ചൊല്ലാനോ ഒന്നും പറ്റിയിരുന്നില്ല. കാരണം വേദനകളുടെ ദിവസങ്ങളിലായിരുന്നു ഞാൻ കടന്നു പോയിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ മൊബൈലിലും യൂട്യൂബിലൊക്കെ ധ്യാനങ്ങളും വെറുതെ ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ദിവസങ്ങളൊക്കെ തള്ളി നീക്കിയിരുന്നു. അപ്പോഴാണ് നഴ്സസ് മിനിസ്ട്രിയിലെ ചേച്ചിമാർ എന്നോടായിട്ട് ബന്ധപ്പെട്ടതും അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും അവർ എനിക്ക് വേണ്ടി ദൈവം അയച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു അവരെല്ലാവരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനൊരു സ്കൂൾ നഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, മറ്റുള്ളവരുമായിട്ട് അധികമായിട്ട് സമ്പർക്കം പുലർത്താൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ അപ്പോൾ അവരൊക്കെ പറയുമായിരുന്നു, വിറ്റി നീ ഇവിടെ ഇങ്ങനെ സംഭവിച്ച് കിടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാണ് നിന്നെ സഹായിക്കാൻ ഞങ്ങൾ വരുന്നത്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതെന്ന്. ഞാൻ വേദനകളിൽ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഉറങ്ങി പിന്നെ ഞാൻ എണീക്കും. എനിക്ക് ചുറ്റും വേണ്ടി മാലാഖമാരെ നിർത്തി എന്നോട് പ്രാർത്ഥിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞ എൻ്റെ ദിവസങ്ങളിലും സഹനങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ പഴുപ്പ് കളയാൻ ഓൾറെഡി ഇൻഫെക്ഷൻ ഉണ്ട്. കാരണം ബസ്സിൻ്റെ ടയറായതുകൊണ്ട് നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വേറൊരു സർജറി, നിൻ്റെ കാലിൽ മുറിച്ച് കളയേണ്ട സർജറിയാണ് എൻ്റെ അടുത്ത് പിന്നീട് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത ദിവസങ്ങളായിരുന്നു. പിന്നെ പഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് ഒരു സക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇങ്ങനെ വലിച്ച് കളയുന്നുള്ളൊരു ഉപകരണം ഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതെൻ്റെ കാലുമ വെച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യേണ്ട ഇപ്പോൾ എൻ്റെ കാലുമ ഡ്രസ്സിങ് വെറുതെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുക. അപ്പോൾ ഞാൻ ദൈവത്തിനെ മുറുകെ വിളിച്ചു, ദൈവമേ നീ ഇടപെടണം, ജീവിക്കുന്ന ദൈവത്തിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ വന്ന് ഇടപെടണം, നീ വരണമെന്ന് ഇതിൽ ഞാൻ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ച ദിവസമായിരുന്നു അന്ന്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വന്നിട്ട് എല്ലിൻ്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എല്ലിൻ്റെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, നീ എന്നെ നഴ്സായി പരിഗണിച്ചില്ലെങ്കിലും എന്നെ ഒരു രോഗിയായിട്ടെങ്കിലും എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത്. അതിനുശേഷം ഡോക്ടർ അരമണിക്കൂറല്ല 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഡോക്ടർ വന്നു. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, വിറ്റി നിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്, അവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, മൈക്രോവാസ്കുലർ സർജൻ, ആ ഡോക്ടർ നിന്നെ നോക്കിക്കൊള്ളും, നിൻ്റെ പേപ്പറുകളും എല്ലാം ആ ഡോക്ടറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, ആ ഡോക്ടർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്, ദൈവമേ എനിക്ക് ഇനി എങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് മാറാൻ പറ്റും? കാരണം ചെറിയ വേദനകളല്ല, എനിക്ക് ഒരാൾ അങ്ങോട്ട് പോകുമ്പോഴോ അവരുടെ ശ്വാസം പോലും എൻ്റെ കാലുമേക്ക് തട്ടുമ്പോൾ എനിക്ക് വേദനയായിരുന്നു. ആ വേദന ഞാൻ എങ്ങനെ ഷിഫ്റ്റിങ്ങിലേക്ക് പറ്റും ഇത് എനിക്ക് തോന്നി. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും വന്നിട്ട് പറഞ്ഞു, വിറ്റി നിനക്ക് ആരാണ് ആ ഡോക്ടറുടെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് നിനക്ക് ആരാണോ ഉള്ളതെന്ന്.
അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എനിക്ക് ആരാ റെക്കമെൻഡ് ചെയ്യാനുള്ളത്? എൻ്റെ തമ്പുരാനല്ലാതെ വേറെ എനിക്ക് ആരും റെക്കമെൻഡേഷനൊന്നുമില്ല. ചേച്ചിമാർ പറഞ്ഞു വിറ്റി നല്ല ഡോക്ടറാണ്, അങ്ങനെ ആ ഡോക്ടറിന് അധികം ആരും പെട്ടെന്നൊന്നും കിട്ടില്ല, അത് നിനക്ക് വേണ്ടി ആരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ആരുമല്ല പ്രവർത്തിക്കുന്നത്, എൻ്റെ തമ്പുരാനാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ അനുഭവിച്ചത് ദൈവം എന്നെ ഉള്ളം കയ്യിൽ എന്ന പോലെയാണ് ദൈവം എന്നെ കൊണ്ടു നടന്നത്. അതെനിക്ക് നല്ല ബോധ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കാലിൽ ഡ്രസ്സിങ് കഴിയുമ്പോൾ എനിക്ക് വേദനകളും സഹനങ്ങളും ഉണ്ടെങ്കിലും അതെനിക്ക് ഉൾക്കൊള്ളാനും എനിക്ക് ആദ്യം എനിക്ക് സംഭവിച്ചു എന്നുള്ളത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം നിന്നെ ദൈവം സുഖപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. ജ്ഞാനം 16:12 കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന ദൈവവചനം ഞാൻ നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്നും വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുതൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, അത് ഡോക്ടറല്ല എൻ്റെ അടുത്ത് സംസാരിച്ചത്, എനിക്ക് ദൈവം തമ്പുരാൻ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. കാരണം ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, വിറ്റി നിൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വരികയില്ല, നിനക്ക് നടക്കാൻ പറ്റും, നിനക്ക് പഴയ ജീവിതത്തിലേക്ക് നടക്കാൻ പറ്റും. പക്ഷേ നീ അത് അക്സെപ്റ്റ് ചെയ്യണം, നീ അത് തിരിച്ചറിയണം, നിനക്കത് സമയമെടുക്കും എന്നുള്ളത്, പക്ഷേ നിനക്ക് നടക്കാൻ പറ്റും എന്ന് ആ ഡോക്ടർ എന്നിലൂടെ പറഞ്ഞു. ആ ഡോക്ടറല്ല പറഞ്ഞത്, ദൈവമാണ് എന്നോട് സംസാരിച്ചതെന്ന് തോന്നി. ഞാൻ പതിയെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി. അതിനുശേഷം ഡോക്ടർ എന്നോട് ഒരു സർജറിക്ക് വേണ്ടി എന്നെ പോസ്റ്റ് ചെയ്തു. അതൊരു വലിയ സർജറി ആയിരുന്നു. അതും അതെ, ഇതുപോലെ ഒരു നോമ്പ് കാലത്തായിരുന്നു അത് സർജറിക്ക് പോസ്റ്റ് ചെയ്തത്. ആ ഹോളി വീക്കിലായിരുന്നു. ഒരു ചൊവ്വാഴ്ച എനിക്കുള്ള സർജറി പോസ്റ്റ് ചെയ്തു. അങ്ങനെ ചൊവ്വാഴ്ച സർജറിക്ക് വേണ്ടി ഞാനും നന്നായി ഒരുങ്ങിയിരുന്നു. എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും എല്ലാവരും ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു അടയാളം നീ കാണിച്ചു തരണം, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളം ദൈവമേ എളിയ ദാസിക്ക് നീ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ പ്രാർത്ഥനകൾ കൂടുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ധ്യാന കേന്ദ്രങ്ങൾ യൂട്യൂബിൽ നോക്കി പ്രാർത്ഥനകൾ കൂടുന്നതിനും അതാത് പ്രാർത്ഥനകളൊന്നും അല്ലായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോഴായിരുന്നു ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നത്. അപ്പോൾ ചേച്ചിമാർ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയുമായിരുന്നു, വിറ്റി നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്, കാരണം അച്ഛന്മാർ ആരാധനയിൽ പറയുമ്പോൾ നിനക്ക് സുഖപ്പെട്ടു എന്നുള്ളത് അവർ പറയുന്നുണ്ട്, വിറ്റി എന്ന പേര് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളത്. അതെനിക്ക് വളരെ ഒരു ശക്തിയായിരുന്നു കിട്ടിയിരുന്നത്. കാരണം എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതിന് അവർ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, അതായത് അത് എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാനിതിനെ നേരിടുമെന്നുള്ളതും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്, അത് തന്നെ ദൈവത്തിന് നിറവേറ്റുമെന്നുള്ളത് ദൃഷ്ടമായ ബോധ്യം എനിക്കുണ്ടായി. അതിനുശേഷം എൻ്റെ സർജറി ആ ഹോളി വീക്കിൽ ചൊവ്വാഴ്ച സർജറി ചെയ്ത ശേഷം എന്നെ ICUയിലേക്ക് മാറ്റി. സർജറി ഡോക്ടർ പറഞ്ഞു വളരെയധികം സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു. 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയായിരുന്നു നടന്നിരുന്നത്. എൻ്റെ വലത് കൈയുടെ അടിയിലുള്ള രക്തക്കുഴലുകളും മാംസകഷ്ണങ്ങളും തൊലിയും എല്ലാം ഇടതേ കാലിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സർജറി ആയിരുന്നു. അതിനുശേഷം ഞാൻ ICUയിലായിരുന്നു. ICUയിലുള്ള ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാനൊരു നഴ്സായതുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം ഞാനൊരു ന്യൂറോ ICUയിലാണ് വർക്ക് ചെയ്തിരുന്നത് മുൻപ്. അപ്പം അതുകൊണ്ട് രോഗികൾ കിടക്കുമ്പോഴുള്ള ഞാൻ ആ കിടക്കയിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥ എനിക്ക് അപ്പോൾ മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും ട്യൂബുകളും വയറുകളൊക്കെ ആയിരുന്നു. ഞാനപ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ നീ കുരിശിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്ത് എൻ്റെ മറുഭാഗത്ത് ഒരു ചെറിയൊരു സഹനത്തിലൂടെ എനിക്ക് കിടക്കാനായിട്ട് പറ്റി. അതിന് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യയുടെ വേദന, പിന്നെ സർജറിയുടെ വേദന, നല്ലോണം വേദനകളിലൂടെയാണ് ഞാൻ പോയിരുന്നത്.
അപ്പോഴാണ് ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത്. ഈ സഹനത്തിൻ്റെ വേളകളിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ആരോരുമില്ലാത്ത രോഗികൾ എത്രയോ പേരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, കാലിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ വ്യാഴാഴ്ച ദുഃഖവെള്ളി എല്ലാം കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു കുരിശുമരണം ഉണ്ടെങ്കിൽ അതിലൊരു ഉയർപ്പുണ്ടെന്നുള്ളത് ഞാൻ ദൃഢമായി വിശ്വസിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ശനിയാഴ്ച ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഒരു വേദനയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞാനൊന്ന് ഉറങ്ങിയത്. അങ്ങനെ ഒരു ഈസ്റ്റർ ദിവസം, ആ 2022 ഈസ്റ്റർ ഞാൻ ഒരിക്കലും മറക്കില്ലായിരുന്നു. കാരണം ആ 22 ഈസ്റ്റർ ഉയർപ്പ് പ്രതീക്ഷ ഞാൻ കിടന്നിരുന്നത്. പക്ഷേ ഞാൻ രാവിലെ എണീക്കുമ്പോൾ 10-25 ഡോക്ടേഴ്സ് എൻ്റെ ചുറ്റും നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്റർ, എന്താ അപ്പോൾ സംഭവിച്ചത്? അപ്പോൾ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, വിറ്റി, നിൻ്റെ കാലിൻ്റെ അത് റിജക്റ്റായി, രണ്ട് രക്തക്കുഴലുകൾ വർക്ക് ചെയ്യുന്നില്ല, അവിടെ ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് എമർജൻസി സർജറി ചെയ്യണം, അത് ആ രക്തക്കുഴലുകളൊക്കെ പുറത്തെടുത്ത് കളയണം, ഇല്ലെങ്കിൽ വീണ്ടും അത് ഇൻഫെക്ഷൻ ആവും. ഞാൻ തമ്പുരാനെ ആ കിടക്കയിൽ കിടന്നൊരു വിളിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് തമ്പുരാനെ വിളിച്ചതെന്ന്. എനിക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞു, ദൈവമേ, നീ ഇനി വീണ്ടും അതിലേക്ക് എന്നെ വീണ്ടും ഇതിൽ പോവുകയാണോ? ജീവിക്കുന്ന ദൈവം, അതെൻ്റെ വചനം എൻ്റെ മനസ്സിലൂടെ ആയിരുന്നു. അതുപോലെ തന്നെ ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലുതുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ആ വചനം ഞാൻ പറഞ്ഞു, നീ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ വചനമാണെങ്കിൽ എന്നെ ഭയപ്പെടേണ്ട, നീ ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ വേദന ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ശക്തിയുണ്ട്, ഞാൻ സംഭ്രമിച്ചു, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഞാൻ നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ആ സർജറിക്ക് നിന്നത്. ഞാൻ സർജറി ചെയ്യുമ്പോഴും അനസ്തേഷ്യയുടെ മാസ്ക് വയ്ക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞു. അതിനുശേഷം എന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ നിരാശയിലേക്ക് പോകുവാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ചേച്ചിമാർ വന്ന് എൻ്റെ അടുത്ത് ഞാൻ പറയില്ല, എൻ്റെ ദൂതന്മാർ ദൈവം എന്നെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തുന്ന പോലെയായിരുന്നു. ഓരോ ദിവസം സർജറി വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെ പറയണം എന്ന്. വേദന അനുഭവിക്കുന്ന എനിക്കറിയില്ല എങ്ങനെ അത് പറയണം എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഡ്രസ്സിങ് ചെയ്യും, അത് നിങ്ങൾക്കറിയാം, നോർമൽ എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള ഒരു ലൈന് വെച്ചിട്ടാണ് കാലുമ ഡ്രസ്സിങ് ചെയ്യണേ. ആ കാലും അത് ഒഴിക്കുമ്പോൾ എന്താ പറയുക എനിക്കറിയില്ല, അത്രയധികം വേദനയോടെയാണ് ഞാൻ കടന്നു പോയത്. പക്ഷെ ആ വേദനയിലൂടെയും ഞാൻ സഹനത്തിന് ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, നീ നടത്തുമെന്ന് എനിക്കറിയാം, ഈ വേദന സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദിവസം കഴിയുന്നോറും ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വിറ്റി, നീ പേടിക്കണ്ട, നമുക്ക് വേറൊരു സർജറി ചെയ്യാം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓൾറെഡി എനിക്കൊരു 6 സർജറി കഴിഞ്ഞു, ഇനി വീണ്ടും ഒരു സർജറിയിലാണ് നിനക്ക് പദ്ധതിയെങ്കിൽ. അപ്പോഴും ഞാൻ എൻ്റെ ഒരു ദൃഢമായിരുന്നു, മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി, ഇനി വീണ്ടും ഒരു സർജറി വേണം എന്നുള്ളത് എൻ്റെ മനസ്സിനെ ഞാൻ ദൃഢപ്പെടുത്തി. ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഇടതേ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള അവിടുത്തെ വീണ്ടും മാംസം രക്തക്കുഴലും എടുത്ത് വെച്ച് നമുക്ക് വേറൊരു സർജറി ചെയ്യാം. ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ തൊട്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് എൻ്റെ കാലുമ്മ ഡ്രസ്സിങ് ചെയ്യാൻ തുടങ്ങി. ഡ്രസ്സിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അതെ പ്രാർത്ഥിച്ചിട്ടാണ് ഡ്രസ്സിങ് ചെയ്തിരുന്നത്. ഓരോ ദിവസത്തിൽ 2 പ്രാവശ്യമായിരുന്നു അവർ ഡ്രസ്സിങ് ചെയ്തിരുന്നത്. അവരും പ്രാർത്ഥിച്ച് ഡ്രസ്സിങ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, എനിക്ക് വേണ്ടി, ഞാനൊരു എളിയ ദാസിയാണ്, അതിനുവേണ്ടി ദൈവം ആൾക്കാരെ നിർത്തിയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അവരാണ് പ്രാർത്ഥിച്ചിട്ട് കൂടിയാണ് അവർ ഡ്രസ്സിങ് ചെയ്യുന്നത്. ഓരോ ദിവസം ഡ്രസ്സിങ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ ഒരു ദിവസം ഡ്രസ്സിങ്ങിന് സർജറി നെക്സ്റ്റ് വീക്കിലാണ് പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ തലയാഴ്ച ഒരു മുടക്ക് ദിവസം, സാധാരണ ആ മുടക്ക് ദിവസങ്ങളിൽ ഇവിടെ ഡോക്ടേഴ്സ് വരാറില്ല. പക്ഷേ അന്നത്തെ ദിവസം അതിൻ്റെ തലേ ദിവസം ഡ്രസ്സിങ് ചെയ്ത് ഡോക്ടർ കണ്ട എൻ്റെ ഒരു ഡ്രസ്സിങ്ങാണ്. ആ മുടക്ക് ദിവസം പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നു ഡ്രസ്സിങ് അഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, തലേ ദിവസം ഡോക്ടർ വന്ന് കണ്ട ഡ്രസ്സിങ്ങാണ്, ഇനി എന്തിനാ വീണ്ടും ഡ്രസ്സിങ് അഴിക്കുന്നത്? കാരണം ഡ്രസ്സിങ് അഴിക്കുമ്പോൾ വീണ്ടും വേദനയാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നോക്കട്ടെ, അതെന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഡ്രസ്സിങ് ഡോക്ടർ അഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു വലിയൊരു അത്ഭുതമാണ് വിറ്റി, നിൻ്റെ കാലുമ്മ നടന്നിരിക്കുന്നത്. കാരണം ആ കാലുമ്മ ചെറിയ ചെറിയ ദശകൾ വന്നു തുടങ്ങി. ആ എൻ്റെ മുറിവേറ്റ വീണ്ടും ഒരു ചെറിയ ദശ വന്ന്, അതായത് നമ്മുടെ റോസാപ്പൂവിന് ബഡ്സ് വരുന്ന പോലെ ഒരു ചെറിയ ബഡ് വന്ന് നിറഞ്ഞിരിക്കുകയാണ്.
ഡോക്ടർ വന്ന് പറഞ്ഞു, വിറ്റി നീ നോക്ക്, നിൻ്റെ കാലുമ്മ ചെറിയൊരു ബഡ് വന്നിരിക്കുന്നത്, ഇത് പുതിയ ദശയാണ്, ഈ ദശ നമുക്ക് കീപ്പ് ചെയ്യാം, നമുക്കത് സൂക്ഷിക്കാം, മീൻസ് അതിന്മേ തന്നെ വെച്ച് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, വേറൊരു സർജറിയുടെ ആവശ്യമില്ല, നമുക്കത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ അപ്പോഴാണ് ജീവിക്കുന്ന ദൈവം. എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ അസ്ഥികളുടെ താഴ്വരയിലെ വചനത്തിനെ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ കാലുമേക്കുള്ള ദശ വളർന്ന് വന്നു തുടങ്ങി. പിന്നെ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു, പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, വിറ്റി നിൻ്റെ കാലുമ്മ നിനക്ക് ഇനിയിപ്പോൾ ഡ്രസ്സിങ് നീ വീട്ടിൽ പോയിട്ട് ഡ്രസ്സിങ് ചെയ്താൽ മതി, പതിയെ നിൻ്റെ ദശ അത് വളർന്ന് ഫുൾ കവർ ചെയ്തിട്ട് നമുക്കൊരു സ്കിൻ ഗ്രാഫ്റ്റ്, അതായത് തൊലി വെച്ച് പിടിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയ മാത്രമായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോയി. അതിനുശേഷം എൻ്റെ കാലുമ്മ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഡ്രസ്സിങ് ഞാൻ ചെയ്യും, എനിക്ക് കാലുമ്മ തൊടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കാലുവേദനയാണ്. പിന്നെ നമ്മൾ തന്നെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അത് ഇത്തിരി വേദന കൂടുതലാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് ചേച്ചിമാർ എന്നെ ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമായിരുന്നു, വിറ്റി ഞാൻ വന്ന് ഡ്രസ്സിങ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഞാൻ അപ്പോഴും ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് മനസ്സിലായി, ദൈവമാണ് അവരെ വിട്ടതെന്ന്. അവരെൻ്റെ കാലുമ്മ ഡ്രസ്സിങ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സമയം മാർച്ച് 8-ാം തീയതിയാണ് എൻ്റെ സർജറി ചെയ്തത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളിൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ലീവിലായിരുന്നു. ആ മെഡിക്കൽ ലീവിൻ്റെ പേപ്പറുകളെല്ലാം ദൈവം എനിക്ക് ഒരുക്കി തന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം എൻ്റെ മാട്രൻസും എൻ്റെ മുതിർന്ന അധികാരികളൊക്കെ എൻ്റെ അവിടെ നിന്ന് സ്ഥലത്തു നിന്ന് എന്നെ ഫോൺ വിളിച്ച് പറയുമായിരുന്നു, വിറ്റി നീ പേടിക്കേണ്ട, നീ എത്രയും പെട്ടെന്ന് വേഗം റിക്കവറായിട്ട് നീ വരും, നീ പതിയെ വന്നാൽ മതി, നിനക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല, പേപ്പർ വർക്കിനെ കുറിച്ച് നീ ഒന്നും ടെൻഷനൊന്നും അടിക്കേണ്ട, എല്ലാം ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നോട് പറയുമായിരുന്നു. അപ്പോഴും ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് തോന്നിയായിരുന്നു. കാരണം എൻ്റെ സാലറിയിലും ഒരു ആപത്തും വരുത്താതെ, ഒരു ആപത്തും കൂടാതെ എന്നെ ദൈവം എന്നെ സംരക്ഷിച്ച് പോന്നു. അവിടെ നിന്നതിന് ശേഷം എന്നെ ഒരു ജൂലൈ 15-ാം തീയതി എനിക്ക് വീണ്ടും ഒരു സർജറിക്ക് പോസ്റ്റ് ചെയ്തു. ഒരു 45 മിനിറ്റിൻ്റെ ഒരു സർജറിയാണ്. ഡോക്ടർ പറഞ്ഞു, നീ അതിന് വിഷമിക്കൊന്നും വേണ്ട, ഒരു ചെറിയൊരു സർജറിയാണ്. അപ്പോൾ ഞാൻ സർജറി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ്, ദൈവമേ മാതാവും ഈശോയും എന്ന് എൻ്റെ സർജറി ചെയ്യണേ. മറ്റേ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറിലാണ് വിശ്വാസം അർപ്പിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഡോക്ടറിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഡോക്ടറിനും ചെറിയൊരു പരിധികളുണ്ടല്ലോ, പക്ഷേ ദൈവത്തിന് അങ്ങനത്തെ പരിധികളില്ല. എല്ലാം ദൈവത്തിന് സാധ്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞാൻ ആ സർജറി ഞാൻ പറഞ്ഞു, ഇനി വന്ന് എൻ്റെ സർജറി ചെയ്യേണ്ടത് ഡോക്ടർമാരല്ല സർജറി ചെയ്യേണ്ടത്, ദൈവമേ നീയും എൻ്റെ മാതാവും വന്നിട്ട് എൻ്റെ സർജറി ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ഗ്രാഫ്റ്റ് ജൂലൈ 15-ാം തീയതി ഗ്രാഫ്റ്റ് തൊലി വെച്ച് പിടിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്, അത് ചെയ്തു വന്നു. അതും അതെ, എനിക്ക് മാതാവ് എൻ്റെ അടുത്ത് വന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്നെ ശുശ്രൂഷിച്ച സിസ്റ്ററിൻ്റെ പേര് മേരി എന്നായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അടയാളങ്ങളും അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. ആ നേരത്താണ് മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത്, ദൈവമേ മേരീനെ തന്നെയാണല്ലോ നീ എൻ്റെ അടുത്തേക്ക് വിട്ടത്. അവിടുത്തെ സിസ്റ്റർമാരും എല്ലാവരും എനിക്ക് നല്ലൊരു കെയറാണ് എനിക്ക് തന്നിരുന്നത്. അതിനുശേഷം എൻ്റെ ഗ്രാഫ്റ്റ് തൊലി ശസ്ത്രക്രിയ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ ഈ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായതും കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെയും ബൈബിളിലെ വചനത്തിനെ കുറിച്ചും കൂടുതൽ എനിക്ക് അടുത്തിരിക്കാനായിട്ട് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സർജറി കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് പോയതിന് ശേഷം എനിക്ക് കുറച്ച് ഫിസിയോതെറാപ്പി വേണ്ടി വന്നു. പല സർജറികളും വേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നാട്ടിലെത്തിയതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു, നിനക്ക് സർജറി ഒന്നും വേണ്ട, നീ പതുക്കെ റിക്കവർ ആവും. ആ ദിവസങ്ങളെല്ലാം കടന്നുപോയി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വീണ്ടും 2023 ജനുവരി 15-ാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ആ ജോലി അതെ ദൈവം ഞാനൊന്ന് അങ്ങോട്ട് പറയാതെ തന്നെ എൻ്റെ മുതിർന്ന അധികാരികൾ എനിക്ക് നല്ലൊരു ജോലി, എനിക്ക് മുന്നേ വർക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലോണം ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ് ദൈവം തമ്പുരാൻ എനിക്ക് അവിടെ വെച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ഏപ്രിലിൽ പ്രഗ്നൻ്റായി. ആ പ്രഗ്നൻസി അതെനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കുള്ള വലിയൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഓൾറെഡി എനിക്ക് 6 സർജറികൾ കഴിഞ്ഞിട്ടുണ്ട്. അനസ്തേഷ്യകളും മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ 2 സർജറികളും കുഞ്ഞുങ്ങളുണ്ടായതും സിസേറിയനിലൂടെയാണ്. ഇനി വീണ്ടും ഒരു സിസേറിയൻ. ഇനി എൻ്റെ അനസ്തേഷ്യയുടെയും അതിൻ്റെ എഫക്റ്റുകളൊക്കെ കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ
ദൈവത്തിനോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് തന്നൊരു ബോധ്യമുണ്ടായിരുന്നത്, ഇത്രയും നാൾ ദൈവം നിന്നെ നടത്തിയ ദൈവമാണ്. ഇനിയൊരു കുഞ്ഞിനെ കൂടി നിനക്ക് നടത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ നിനക്ക് ഞാൻ തരില്ല, പക്ഷെ നിനക്കത് പറ്റും. ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നി. എനിക്കും ഈ കുഞ്ഞിനെ ദൈവം ഓൾറെഡി ആഗ്രഹിച്ചതാണ്. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷത്തിന് ശേഷമാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് കുഞ്ഞിനെ തന്നത്. ഇനി വീണ്ടും ആ കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പ്രഗ്നൻസിയും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ശക്തിയും ഇതും എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ദൈവം എൻ്റെ പ്രഗ്നൻസി വളരെ വളരെ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം മുൻപുള്ള 2 പ്രഗ്നൻസിയേക്കാളും ഈ 3ാമത്തെ പ്രഗ്നൻസി എല്ലാവരും പറയും പ്രഗ്നൻസി ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളത്, പക്ഷേ ഈ പ്രഗ്നൻസിയാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തതും. ദൈവത്തിൻ്റെ അടുത്ത് മറ്റ് 2 കുട്ടികളെ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻസി ഓൾറെഡി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്നതാണ്. ഇത് കൂടുതൽ ഞാൻ പ്രഗ്നൻസിയിൽ എൻ്റെ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തന്നു. എന്നെപ്പോലെ വേദനയിലൂടെയും രോഗാവസ്ഥയിലൂടെയും കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വേദനകളും സഹനങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവയെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് നിർത്തി വയ്ക്കുമ്പോൾ ഈ സഹനങ്ങളെല്ലാം കൃപകളാക്കി മാറ്റാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും. ആമേൻ. കുരിശു തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകളാണിവ. വിറ്റിയുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും അനുഭവിച്ചതെങ്ങനെ എന്ന് നാം ശ്രവിച്ചു. വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ നമ്മോട് ഇപ്രകാരം പറയുന്നു: എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ആത്മാക്കളെയും എൻ്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തി അത് മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കുന്നവരെയും അവരുടെ മരണനാഴികയിൽ എൻ്റെ അനന്തകാരുണ്യത്തിൽ നിന്നായിരിക്കും ഞാൻ കാണുക. നമ്മുടെ സഹനത്തിലൂടെ അനേകായിരം ആത്മാക്കളെ ഈശോയുടെ തിരുഹൃദയത്തിലെ ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.